മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ സൂക്ത വഴികളിലൂടെ നമുക്കൊന്ന് പോയാലോ? മാമോദിസയിൽ കിട്ടിയ വരപ്രസാദം ഇതുവരെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. ഒരു പുണ്യവതിയാകുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം വായിക്കാനിടയ ശേഷമാണ് അങ്ങനെ തോന്നിയത്. മനസ്സറിവോടെ ഒരു നിസ്സാര പാവം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുവാനാണ് എനിക്കിഷ്ടം. ആരും അറിയാതെ നോമ്പ് നോക്കുക, അത് മനസ്സിന് ശക്തി പകരും. എളിമയാണ് സുഹൃത്തുക്കളുടെ രാജ്ഞി. എളിമപ്പെടുവാൻ കിട്ടിയ ഏതവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ജ്ഞാനത്തിന്റെ ആരംഭം എനിക്ക് ലഭ്യമാകുകയും അതോരോന്നും യഥാവസരം പാകപ്പെടുത്തി ഉപയോഗിക്കാൻ എന്നെ അഭ്യസിപ്പിക്കുകയും അനുഭവിക്കാൻ പ്രാപ്തിയാക്കുകയും ചെയ്തത് എന്റെ പ്രിയപ്പെട്ട ഗുരുഭൂതരാണ്. പുഞ്ചിരി തിരുവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. കർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. വാക്കു മറന്നതിനേക്കാൾ മരിക്കുവാനാണ് എനിക്കിഷ്ടം. സുഹൃത്തുക്കളുടെ പരിമേളച്ചപ്പ് നമുക്ക് അടച്ചു സൂക്ഷിക്കാം. എല്ലാം ഈശോ മാത്രം അറിഞ്ഞാൽ മതി. എനിക്കുള്ളത് ഒരേ ഒരു സ്നേഹപ്രകൃതമാണ്. എന്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണെന്ന് തോന്നുന്നു. ലുബ്ധൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മയോടെ ആയിരിക്കണം നാം വാക്കുകൾ ഉപയോഗിക്കുക. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ആരെയും വെറുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഈശോ എന്ന നാമം ഉച്ചരിക്കുന്നത് എന്റെ നാവിൽ ഏറെ മധുരമാണ്. എന്റെ കർത്താവിന്റെ കരങ്ങളിലൂടെ എന്ത് ലഭിച്ചാലും അതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നവയാണ്. കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, ലഭിക്കുന്നതിലല്ല. മുഖസ്തുതി പറയുന്നവരിൽ നിന്നും ഞാൻ ഓടി അകലും. എന്നെ മുഴുവനും ഞാൻ കർത്താവിനെ വിട്ടുകൊടുത്തിരിക്കുന്നു. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. കഠിന വേദനകളിലും വലിയ പരീക്ഷകളിലും മണവാളിനുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശൻ ചുവട്ടിലെ സ്ത്രീയാണ്.